ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹൈ റേഞ്ച് ഡയറീസിലേക്ക് സ്വാഗതം. ഞാനൊരു മാങ്ങ അച്ചാർ ഇടാമെന്ന് വിചാരിച്ചു. മാങ്ങയും ക്യാരറ്റും കൂടി വെള്ള അച്ചാർ ഇടാമെന്ന് വിചാരിച്ച്. വെളുത്ത മാങ്ങ അച്ചാർ. അതിന് വേണ്ടിയിട്ട് നമുക്ക് മാങ്ങ വേണം, പിന്നെ ക്യാരറ്റ് വേണം, വിനാഗിരി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് വേണ്ടത് കേട്ടോ. അതെങ്ങനെയാണെന്നുള്ളത് കാണിക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു വലിയൊരു മാങ്ങയാണ് കേട്ടോ. ആ മാങ്ങ ഞാൻ ഇതേപോലെ നീളത്തിൽ, വളരെ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് എടുത്തിരിക്കുന്ന ക്യാരറ്റാണ്. ഒരു ചെറിയ ഒരു ഇടത്തരം ഒരു ക്യാരറ്റ് ഇതുപോലെ തന്നെ നീളത്തിൽ ഞാൻ ഇതേപോലെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. പിന്നെ അതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നീളത്തിൽ കീറി ഇതേപോലെ കീറി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി വേണം. പിന്നെ നമുക്ക് വേണ്ടത് വിനാഗിരി, കായം, ഇത്രയാണ് വേണ്ടത്. അത്രയും നമ്മൾ എടുക്കുക കേട്ടോ. ഒരു മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. മണ്ണിൻ്റെ ചീനച്ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പുളിയുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഇതേപോലെ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതായിരിക്കും ഒന്നും കൂടെ നല്ലത്. നമുക്ക് ആരോഗ്യത്തിനൊക്കെ നല്ലത് അത് തന്നെയായിരിക്കും. അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. ചീനിച്ചട്ടി ചൂടായതിന് ശേഷം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ഇങ്ങനെ നികന്ന് കിടക്കുന്ന ഒപ്പം എണ്ണ ഇച്ചിരി നന്നായിട്ട് വേണം കേട്ടോ. ഈ വെള്ളം ഇടുന്നതിന്, മാങ്ങ വെള്ളം ഇടുന്നതിന് എണ്ണ ഇച്ചിരി നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുവാണ്. കടുക് ഇച്ചിരി നന്നായിട്ട് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു നുള്ള് ഉലുവായും കൂടെ ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ഞാൻ ഒരു നുള്ള് ഉലുവായും കൂടെ അതിലേക്ക് ഇടുന്നുണ്ട്. മൺചട്ടി ആയതുകൊണ്ട് കടുകൊക്കെ പൊട്ടാനായിട്ട് ഒരു ഇച്ചിരി താമസം വരും കേട്ടോ. കടുക് പൊട്ടിയതിൻ്റെ അകത്തേക്ക് ഒരു നുള്ള് ഉലുവായും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കടുക് പൊട്ടിയതിന് ശേഷം ഉലുവ ഇടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ, ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് നന്നായിട്ടൊന്ന് വാടി കിട്ടണം കേട്ടോ. ഓരോന്നോരോന്നായിട്ട് നമുക്കിതേപോലെ ഇട്ട് കൊടുക്കാം. അതെല്ലാം ഞാനിതേപോലെ നീളത്തിലാണ് കേട്ടോ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. പച്ചമുളകും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കും. പച്ചമുളകോ കാന്താരിയാണ് ഏറ്റവും നല്ലത്. കാന്താരി ഇല്ലാത്തത് കൊണ്ടാണ് പച്ചമുളക് ചേർക്കുന്നത് കേട്ടോ. കാന്താരി ചേർക്കുന്നതാണ് ഇതിന് ഏറ്റവും നല്ലത് കേട്ടോ. അതിലേക്ക് അത് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഈ മാങ്ങയ്ക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നിങ്ങൾ എത്ര മാങ്ങ എടുത്തിട്ടുണ്ടോ അതനുസരിച്ച് മുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂട്ടിയെടുക്കാം കേട്ടോ. ഇതൊന്ന് ഒരുവിധം ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇതൊരുവിധം ഒന്ന് ആയി വന്നപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുത്തു. ക്യാരറ്റ് ഒന്ന് ഒരുവിധം നന്നായിട്ട് വാടണം കേട്ടോ. വാടി കിട്ടണം. അതിന് ശേഷം മതി നമുക്ക് മാങ്ങ ഇടുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഈ എണ്ണയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത്ര ഇട്ട് കൊടുത്തു. അതൊന്ന് ഇളക്കിയെടുക്കാം. നമ്മളെപ്പോഴും നല്ലതായിട്ട് ഇതിൽ നമ്മൾ ചട്ടിയിൽ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് നല്ലത് കേട്ടോ. അതേപോലെ മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അച്ചാറൊക്കെ പുളിയുള്ള എന്ത് സാധനവും അങ്ങനെ ഉണ്ടാക്കുന്നതാണ് നല്ലത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക. കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ബെല്ലൊന്ന് തൊട്ട് അമർത്തി കഴിയുമ്പോൾ എല്ലാ വീഡിയോയും കാണാൻ പറ്റും കേട്ടോ. ഞാനിടുന്നതെല്ലാം അപ്പോൾ തന്നെ കിട്ടുകയും ചെയ്യും. നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കുക. ഞാൻ വീണ്ടും പറയുകയാണ്, ഈ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കുക കേട്ടോ. ഇതൊന്ന് വാടിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ്. വിനാഗിരി ഒഴിച്ചൊന്ന് തിളയ്ക്കണം കേട്ടോ. കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. ഒരു 3 സ്പൂണോളം മതി. 3 ടേബിൾ സ്പൂണോളം വിനാഗിരി മതി കേട്ടോ. അത്രയൊന്ന് ഒഴിച്ചു കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കാം. 2 സ്പൂൺ ആയാലും മതി. പുളി ഒത്തിരി വേണ്ടാത്തവർക്ക് അതനുസരിച്ച് 2 സ്പൂൺ ആയാലും മതി. അതനുസരിച്ചൊന്ന് ഇത് വിനാഗിരി ഒഴിച്ചൊന്ന് തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വയ്ക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ ഇട്ടിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യുക. മാങ്ങ ഇട്ടിട്ട് നമ്മൾ ഒത്തിരി നേരം വെക്കണ്ട. മാങ്ങ ഒത്തിരി വേവണ്ട കേട്ടോ. മാങ്ങ ഇട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. ഇതൊന്ന്
ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇതിലേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഈ സമയത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഇത് ഒത്തിരി ഒന്നും ആവണ്ട. അതിന് ശേഷം നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടി ഒരു ടീസ്പൂണോളം കായപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കായപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്യുക കേട്ടോ. തീ കുറച്ച് വെച്ചിട്ട് വേണം, മാങ്ങ ഒത്തിരി വേവണ്ട. ഇതുണ്ടോ നല്ല ഇത് ഉപ്പും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇത് വെള്ളം ഒന്നും ചേർക്കണ്ട. ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിന് നല്ല വെള്ളമൊക്കെ ഉണ്ടായിക്കോളും. നല്ല വെള്ളമായിട്ട് നമുക്ക് മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നിങ്ങളെല്ലാവരും ഇതേപോലെ ക്യാരറ്റും മാങ്ങയും കൂടെ ഇട്ട് മുളകൊക്കെ കൂടി ഇതേപോലെ അച്ചാറുണ്ടാക്കി നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാച്ചാറാണ്.